DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിതരണത്തിൽ തടസ്സം നേരിടുന്ന LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിൽ മാർച്ച് 15 മുതൽ വന്നിരിക്കുന്ന അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈനിലൂടെയുള്ള പ്രകൃതിവാതക കണക്ഷൻ അഥവാ PNG കണക്ഷൻ ഉള്ളവർക്ക് ഇനി മുതൽ ഗാർഹിക LPG കണക്ഷൻ നിലനിർത്താനാകില്ല. ഇത് സംബന്ധിച്ച് കേന്ദ്രം ചട്ടം ഭേദഗതി ചെയ്തു. പാചകവാതക പ്രതിസന്ധി നേരിടുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. കേരളത്തിലും സിറ്റി ഗ്യാസ് വഴി പൈപ്പ് ലൈനിലൂടെ ഒട്ടേറെ വീടുകളിൽ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. അതിൽ തന്നെ മിക്കവരും LPG സിലിണ്ടറുകളും നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ PNG കണക്ഷന് പുറമെ LPG കണക്ഷൻ ഉള്ളവർ ഉടനടി സറണ്ടർ ചെയ്യണം. ഇവർക്ക് LPG സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ ഭാവിയിൽ LPG കണക്ഷൻ എടുക്കാനോ കഴിയില്ല. സിറ്റി ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് കമ്പനികൾ LPG കണക്ഷനും സിലിണ്ടറും നൽകുന്നത് നിരോധിച്ചു. രണ്ടാമത്തെ അറിയിപ്പ്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPGയുടെ വിതരണം നിയന്ത്രിത രീതിയിൽ പുനരാരംഭിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. 29 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് നടപടി. ഏതൊക്കെ മേഖലക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുക എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വിശദീകരിച്ചിട്ടുണ്ട്. ഹോട്ടൽ വ്യവസായ മേഖലയ്ക്കുൾപ്പെടെ ആശ്വാസമാണ് പുതിയ തീരുമാനം. ഇതിനിടെ LPG പ്രതിസന്ധിയിൽ നിന്നും ആളുകൾ പരിഭ്രാന്തരായി LPG ബുക്ക് ചെയ്യേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. LPG ബുക്കിംഗ് വല്ലാതെ ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ മാസം 5-ന് 60 ലക്ഷം പേരാണ് LPG ബുക്ക് ചെയ്തതെങ്കിൽ ഇന്നലെ 88 ലക്ഷമായി. രാജ്യാന്തര വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ LPG ലഭ്യതയിൽ ആശങ്കയുണ്ടെങ്കിലും രാജ്യത്ത് മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെട്ടു. അതേസമയം വീടുകളിലേക്കുള്ള LPG ഗ്യാസ് സിലിണ്ടർ റീഫിൽ ബുക്കിംഗ് ഗ്രാമങ്ങളിൽ 45 ദിവസങ്ങൾക്ക് ശേഷമേ സാധിക്കൂ. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ ലഭിച്ച് 45 ദിവസങ്ങൾക്ക് ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമാണ്. ഗ്യാസ് ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നു. അതായത് ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള LPG വിതരണത്തിൽ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുൻഗണനാക്രമം നിശ്ചയിക്കാനും വിതരണവും ഉപഭോഗവും കൃത്യമായി നിരീക്ഷിക്കാൻ സംസ്ഥാനതലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാചകവാതക ബുക്കിംഗ് നടപടികൾ ഇന്ത്യൻ ഗ്യാസ് ലളിതമാക്കിയിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഏജൻസികളിൽ നേരിട്ട് പോകാതെയും വിതരണക്കാരെ വിളിക്കാതെയും വാട്സപ്പ് വഴി നിമിഷങ്ങൾക്കുള്ളിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാം. വാട്സപ്പ് വഴി എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി ഇന്ത്യയുടെ ഔദ്യോഗിക വാട്സപ്പ് ബുക്കിംഗ് നമ്പറായ 75 88 88 88 24 എന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. ശേഷം വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഒരു സന്ദേശം അയക്കുക. ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് റീഫിൽ എന്ന് ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത്. പിന്നീട് നിങ്ങളുടെ വിവരങ്ങൾ സിസ്റ്റം പരിശോധിച്ച ശേഷം ബുക്കിംഗ് സ്വീകരിച്ചതായും അത് സംബന്ധിച്ച സ്ഥിരീകരണ സന്ദേശവും ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.